ഇത് ഒരു സാധാരണ രാഷ്ട്രീയ തർക്കമല്ല. കേരള രാഷ്ട്രീയം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മുഖാമുഖമാണിത്. ഒരു വശത്ത് അധികാരത്തിന്റെ കരുത്ത്, മറ്റൊരു വശത്ത് കടുത്ത വിമർശനത്തിന്റെ ശബ്ദം. ചോദ്യം ഒറ്റത്തവണ മാത്രം: ആരാണ് ശരി? ആരാണ് വെറും രാഷ്ട്രീയം കളിക്കുന്നത്? കേരള രാഷ്ട്രീയം വീണ്ടും ശക്തമായി ചൂടുപിടിക്കുകയാണ്. ഇതൊരു ചെറുതർക്കമല്ല, ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു വശത്ത് ദീർഘകാല അനുഭവവും ഉറച്ച ഭരണപിടിയും കൈവശമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറുവശത്ത് കടുത്ത ഭാഷയും കൃത്യമായ ആരോപണങ്ങളും കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇരുവരും തമ്മിലുള്ള ഈ പോരാട്ടം ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഓരോ പ്രസ്താവനയും വലിയ ചർച്ചയാകുന്നു. ഓരോ മറുപടിയും വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. സംസ്ഥാനം ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ സർക്കാർ പ്രചാരണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്നതാണ് സതീശന്റെ പ്രധാന ആരോപണം. വിലക്കയറ്റം ഉയരുന്നു, സാധാരണ ജനങ്ങളുടെ ജീവിതച്ചെലവ് വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ യുവാക്കളെ ആശങ്കയിലാക്കുന്നു. പല മേഖലകളിലും ഭരണത്തിലെ പാളിച്ചകൾ ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സർക്കാർ ഇമേജ് ബിൽഡിംഗിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി പ്രതികരിക്കുന്നു. അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നിരവധി വികസന പദ്ധതികൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. റോഡുകൾ, പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ വികസനം, വിവിധ ക്ഷേമ പദ്ധതികൾ, ഇവയെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ നേട്ടങ്ങളെ മറച്ചുവെച്ച് വെറും രാഷ്ട്രീയ നേട്ടത്തിനായി ആരോപണങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം വിമർശിക്കുന്നു. ഇതോടെ ഈ പോരാട്ടം കൂടുതൽ ശക്തമായ ഘട്ടത്തിലേക്കു കടക്കുന്നു. ഇതൊരു സാധാരണ പ്രതികരണ പരമ്പരയല്ല, മറിച്ച് വാക്കുകളുടെ യഥാർത്ഥ യുദ്ധമാണ്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ, അതിനുടൻ മറുപടികൾ, അതിനും വീണ്ടും തിരിച്ചടികൾ. ഇങ്ങനെ രാഷ്ട്രീയ വേദികൾ കൂടുതൽ ആവേശകരമാകുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നു. ഓരോ പ്രസ്താവനയും വൈറലാകുന്നു. ട്രോളുകളും പിന്തുണകളും വിമർശനങ്ങളും ഒരുമിച്ചുയരുന്നു. ജനങ്ങൾ